LDF സംഘടിപ്പിച്ച 3 മേഖലാ ജാഥകളും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന വിമർശനവുമായി CPI. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ജാഥകളെ സംബന്ധിച്ച വിമർശനം ഉയർന്നത്. ജാഥകൾക്ക് പൊതുസമൂഹത്തിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ലെന്ന് CPI ചൂണ്ടിക്കാട്ടി. പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം പോലും ജനപങ്കാളിത്തമായി മാറിയില്ല എന്നാണ് CPI വിലയിരുത്തൽ. MV ഗോവിന്ദൻ പങ്കെടുത്ത വടക്കൻ മേഖലാ ജാഥയിൽ പോലും വേദികളിൽ കസേരകൾ ഒഴിഞ്ഞുകിടന്നതായി നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ബിനോയ് വിശ്വം നയിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്കും ശ്രദ്ധേയമായ ജനപിന്തുണ ലഭിച്ചില്ലെന്നാണ് എക്സിക്യൂട്ടീവ് വിലയിരുത്തൽ. 3 മേഖലാ ജാഥകൾക്ക് പകരം ഒരു സംസ്ഥാന ജാഥ മതിയായിരുന്നുവെന്നും അഭിപ്രായമുയർന്നു. ഫെബ്രുവരി 1, 4, 6 തീയതികളിലായി ആരംഭിച്ച മേഖലാ ജാഥകൾ പാർട്ടികൾ വൻതോതിൽ പ്രചരണം നൽകിയായിരുന്നു സംഘടിപ്പിച്ചത്. വടക്കൻ മേഖലാ ജാഥ MV ഗോവിന്ദനും തെക്കൻ മേഖലാ ജാഥ ബിനോയ് വിശ്വവും മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയുമാണ് നയിച്ചത്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്വീകരണങ്ങൾ. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികളും വർഗീയ വിഭജന നീക്കങ്ങളും തുറന്നു കാണിക്കാനുമായിരുന്നു ജാഥകളുടെ ലക്ഷ്യം. അതേസമയം MV ഗോവിന്ദൻ നയിച്ച വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നിരുന്നു. ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ അതിഥി തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ CPM പ്രവർത്തകർ പരിശീലനം നൽകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ക്ഷേമ പെൻഷനായി ലഭിച്ച തുകയെന്ന് പറഞ്ഞ് 2000 രൂപ കൈമാറാൻ പാർട്ടിക്കാർ ആവശ്യപ്പെടുന്ന മൊയ്തീൻ എന്നയാളുടെ വെളിപ്പെടുത്തലും വിമർശനങ്ങൾക്കിടയാക്കി. മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി ഇടുക്കി അടിമാലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ നടത്തിയ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന പരാമർശവും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ചർച്ചയായി.